ഹലോ മക്കളെ, ഷനൂഫ് സാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ നടക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാം ആണ്. സോ ഇന്ന് രാത്രി കൃത്യം 7:00 നമ്മൾ അതിന്റെ പ്രഡിക്ഷൻ ലൈവുമായിട്ട് വരും. സോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനായിട്ട് വരണം, നമുക്ക് സെറ്റ് ആക്കാം. സോ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാപ്പ് മാർക്കിംഗ് 100% നാളെ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാപ്പ് മാർക്കിംഗ് എന്ന് പറയുന്നത്. സോ അത് ഇവിടെ പ്രിഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ മുന്നോട്ടായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് മക്കളെ. ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ, ഒരു 14-15 മിനിറ്റിന്റെ ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് പോയി കണ്ടാൽ അതിൽ കണക്ഷന്, കോഡ്, ട്രിക്ക്, എങ്ങനെ അടയാളപ്പെടുത്തുന്ന മാഷ്, ഇങ്ങനെയുള്ള എല്ലാ ഡൗട്ടുകളും അവരൊറ്റ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യും. സോ സെറ്റാണ്, അടിപൊളിയാണ്. സോ അതിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നു. എന്തിന്റെ ബേസിസിലാണ് മാഷങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുക നോക്കിക്കോടാ. കഴിഞ്ഞ കൊല്ലം 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയതിൽ ആ 3ലും ചോദിച്ച 1 സെറ്റ്, 2 സെറ്റ്, 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കണ്ടല്ലോ. സോ ഈ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന മാപ്പിന്റെ ക്വസ്റ്റ്യൻസ് ABCD എന്ന് പറയുന്നത് ഇതാ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് മക്കളെ. ഇതിലെ ബഹുഭൂരിഭാഗവും അതിലുണ്ടായിരിക്കും. ഒന്നാമത്തേതായിട്ട് പറയുന്നത് എ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടുകൾ. ഏതാ എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താടാ? അത് എ എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം എ എന്ന് പറയുന്നത് സാവന്നയാണ് അല്ലേ. രണ്ടാമത്തത് ബി എന്ന് പറയുന്നത് എവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. രണ്ടാമത്തെ എന്താണ്? യെസ്, ബെറ്റ്വീൻ 55° ആൻഡ് 70° ലാറ്റിറ്റ്യൂഡ്സ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ. ഉത്തരാർദ്ധഗോളത്തിൽ 55° മുതൽ 70° വരെ അക്ഷാംശങ്ങളിൽ കാണപ്പെടുന്നത്. ഉത്തരാർദ്ധഗോളം നോർത്ത് ഹെമിസ്ഫിയർ ടോപ്പിലാണ്. ടോപ്പ് 4 എന്താണ്? T4 ടൈഗ എന്താണ്? ടൈഗ എന്ന് നമ്മൾ പറയുന്നു. ഇനി സി, മൂന്നാമത്തെ ആളാരാടാ? സിമ്പിളാണ്, നോക്കിക്കോ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഏഷ്യയിൽ കാണപ്പെടുന്ന മിതോഷ്ണ പുൽമേടുകൾ. ഉഷ്ണമേഖലയല്ല കേട്ടോ, മിതോഷ്ണ പുൽമേടുകൾ. അപ്പോൾ ഞാൻ ഒരു കണക്ഷനൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ഏഷ്യയിലാണ്. ആ ആൾക്കാരുടെ ചെവിയിലൊക്കെ ചെപ്പി ഉണ്ടാവും അല്ലേ. ആ ചെപ്പി ആലോചിച്ച് വെക്കുക. സ്റ്റെപ്പി എന്താണ്? സ്റ്റെപ്പി. അപ്പോൾ അതിൻ്റെ മക്കൾ മറക്കാൻ പാടില്ല. ഓക്കെ. ഇനി ഡി, അവസാനത്തെ ആള്, 4ാമത്തെ മാർക്ക് നമുക്ക് കിട്ടാൻ പോകുന്നു. എ ഹോട്ടസ്റ്റ് ഡെസേർട്ട് ഇൻ സൗത്ത് അമേരിക്ക അല്ലേ. തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഉഷ്ണ മരുഭൂമി ഏതാണ്? സിമ്പിളാണ്, അടിപൊളിയാണ്. നമുക്കറിയാം മാപ്പ് നോക്കുന്ന സമയത്ത് ഏറ്റവും അറ്റത്തായിട്ട് കാണപ്പെടുന്ന ആള് നമ്മൾ വിളിക്കുന്ന പേരെന്താടാ? അറ്റക്കാമ. ക്ലിയർ ആണ്, സെറ്റ് ആണ്, ഡൺ. ഓക്കെ. ഇനി നമ്മളത് അടയാളപ്പെടുത്താൻ പോവാണ് മക്കളെ. ഇങ്ങനെ ഒരു മാപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ അതിൽ ഒന്നാമത്തെ ആളാരാടാ? സാവന്ന എന്ന് പറയുന്ന ആളാണ്. സാവന്ന എന്ന് പറയുമ്പോൾ ഇവിടെ ആഫ്രിക്കയിലാണല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ട് സാ അത് മറക്കരുത്. അപ്പൊ സാവന്ന സാ ആ നീട്ടാൻ കൊടുക്കണം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? എ എന്ന് കൊടുക്കുക. ഇതാണ് സാവന്ന. ക്ലിയർ ആണ്, സെറ്റ് ആണ്. രണ്ടാമത്തെ ആളിലേക്ക് പോകുന്നു. ടൈഗ ടോപ്പിലാണ്. എടാ, ഇവിടുന്ന് ടോപ്പിലേക്ക് കയറണം, മുകളിലേക്ക് കയറണം. അവിടെ ഒരു പരൽമീനെ പോലെ, ഒരു മീൻകുട്ടിനെ മാതിരി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ഈ ഒരു ഭാഗത്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നല്ല വൃത്തിക്ക് ഷെയ്ഡ് ചെയ്യണം കേട്ടോ. അതാണ് എന്തെന്ന് പറയുന്നത്. യെസ് ടൈഗ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആൾ സ്റ്റെപ്പീസ് ആണ്. സ്റ്റെപ്പിയർ ഏഷ്യയിലാണ്, എല്ലാവർക്കും അറിയാലോ. എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? യെസ്, ഒരു ചെപ്പി തോണ്ടി പോലത്തെ ഒരു സാധനം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സീറ്റ് കഴിഞ്ഞാൽ അത് അവിടെ റെഡിയാണ്, ക്ലിയർ ആണ്. അവസാനത്തെ ആളെന്ന് പറയുന്നത് അറ്റക്കാമ. ഒരറ്റത്താണ്, ഇവിടെ ഒരു അറ്റുണ്ട്. അതാണോ? അല്ല. നമ്മൾ എഴുതാൻ തുടങ്ങുന്നത് ഇടത് ഭാഗത്താണ് അല്ലേ, ഈ ഭാഗത്താണ്. സോ ഈ തെക്കേ അമേരിക്കയിലെ, സൗത്ത് അമേരിക്കയിലെ അറ്റത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ അറ്റത്തിൽ പിടിക്കുക. ഈ അറ്റത്തിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ വളവിൽ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഡി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നു 4 മാർക്ക് മാപ്പിൽ കിട്ടുന്നു. സെറ്റ് ആവുന്നു. സോ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത് മക്കളെ, ഇതുപോലത്തെ കിടക്കാച്ച വീഡിയോസ് ഒക്കെ കണക്ഷനും കോഡുമായിട്ട് പഠിക്കണോ? ഞങ്ങൾക്ക് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. എന്താണ് ഞങ്ങൾ കൊടുക്കുന്ന ഓഫർ? യെസ്, ഫ്രീഡം ഓഫറാണ്. ഇൻഡിപെൻഡൻസ് ഡേ ഭാഗമായിട്ട്, സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് മക്കളെ എന്താണ് 1947 സ്വാതന്ത്ര്യം കിട്ടുകൊണ്ട് അതേ പ്രൈസ് ഞങ്ങൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ താല്പര്യമുള്ള മക്കളും എന്ത് ചെയ്യണം? യെസ്, എല്ലാ മക്കളും 7902 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വിളിക്കുക, സെറ്റാക്കി വെക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മക്കളെ, നമുക്കറിയാം ഇന്ന് രാത്രിയാണ് എന്തെന്ന് പറയുന്നത് പ്രഡിക്ഷൻ ലൈവ്. സോ അതിന് നോട്ടൊക്കെ എവിടെ മാഷെ കിട്ടുക? യെസ്, ആ പ്രഡിക്ഷൻ PDF നിങ്ങൾക്ക് കിട്ടണോ മക്കളെ? ഫ്രീ ആയിട്ട് കിട്ടണമെന്നെങ്കിൽ ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി, യെസ്, അതിൽ പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. കയറി വെച്ചോ, സെറ്റാക്കി വെച്ചോ. എല്ലാ ക്ലാസ്സിന്റെ ലൈവിന്റെയും PDF ഒക്കെ എന്ത് ചെയ്യും? അതിൽ കിട്ടും കേട്ടോ. പിന്നെ 7902 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. ഫാസ്റ്റായി പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. സോ ബൈ.